അപ്പോൾ ഈ സൺസ്ക്രീനെ പറ്റി പറയാനാണ്. നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സാധനം വാങ്ങരുത് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലത്തെ പൈസ കൂട്ടി വെച്ച് വാങ്ങിച്ച ഒരാളാണ് ഞാൻ. ഇതിൻ്റെ റേറ്റ് 490 രൂപയാണ് ഈ സൺസ്ക്രീനിൻ്റെ റേറ്റ്. അപ്പോൾ SPF 50 PA+++, അതൊക്കെ പോട്ടെ. അപ്പം നമ്മുടെ ഈ ലാക്മേയുടെ ഈ സൺസ്ക്രീനെ പറ്റി 4 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സാധനം മേടിക്കരുത് കേട്ടോ. കാരണം അത്രയും വൃത്തികെട്ടൊരു സൺസ്ക്രീനാണ് ഇത്. ഇപ്പോഴും ഇതിൽ ബാലൻസ് ആണ്. ഞാൻ ആകെ കൂടി കുറച്ച് മാത്രം ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ അനിയത്തിക്ക് കൊടുത്തു, അവൾക്ക് വേണ്ടാണ്ട് വീണ്ടും തിരിച്ചെൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഒരുമാതിരി മാൻഡ്രേക്ക് പോലെയാണ്, ആർക്ക് കൊടുത്താലും തിരിച്ചെൻ്റെ അടുത്തേക്ക് തന്നെ വരും. കാരണം അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ഇത് ദയവ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങരുത് കേട്ടോ. അത്രയും വൃത്തികെട്ടൊരു സൺസ്ക്രീനാണ്. ഇതിനേക്കാളും കുറച്ചൊരു സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇത് അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. 490 രൂപയാണ് ഈ സാധനത്തിൻ്റെ വില. എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ എടുത്ത് വെച്ച് വാങ്ങിയതാണ്. SPF 50 PA+++, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ സൺസ്ക്രീനാണ് കേട്ടോ, മഞ്ഞ കളർ സൺസ്ക്രീൻ ലാക്മേയുടെ. ഇതും അവർ കൊടുത്തിട്ടുണ്ട് സൺ എക്സ്പെർട്ട് ബ്ലോക്സ് അപ് ടു 97 UV റേസ്, SPF 50 PA+++, അൾട്രാ മാറ്റ് ലോഷൻ, ലൈറ്റ് നോൺ സ്റ്റിക്കി, ഓൾ സ്കിൻ ടൈപ്സ്, ഡെർമറ്റോളജി ടെസ്റ്റഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെ പോയിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്തത്? കുറെ കാര്യങ്ങളൊക്കെ അവർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മൾ എന്തിനാ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്കിൻ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ. പക്ഷെ ഈ സാധനം ഇട്ടിട്ട് നമ്മുടെ സ്കിൻ ഡാമേജ് ആവുമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിട്ട് ഞാൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഫേസ് ഫുൾ ടാൻ അടിച്ചിട്ട് എന്തോ നമ്മുടെ ഫേസൊക്കെ പൊള്ളി പോലെ ഇരുന്നായിരുന്നു. ഒരു എന്താ പറയുക, ഭയങ്കര ടാനായി ഫേസിൽ. നമ്മൾ അറ്റ് എ ടൈം വേറൊരു സൺസ്ക്രീൻ ഇട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല എൻ്റെ ഫേസിൽ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഡെർമാക്കോൻ്റെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഫേസ് ഭയങ്കരമായിട്ട് കരിവാളിച്ച് പോകും. എൻ്റെ ഫേസിൽ ഇപ്പോഴും കുറേ പാടുകളുണ്ട്. എനിക്ക് തോന്നി ഇതിൻ്റെ ആയിരിക്കും. കാരണം അപ്പം നിങ്ങൾ ഈ സാധനം ഒരിക്കലും വാങ്ങരുത്. നിങ്ങളുടെ പൈസ പോവും. ചിലപ്പോൾ എനിക്ക് അറിയില്ല, വേറെ ചിലർക്കൊന്നും കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ ഇത് എൻ്റെ കുറച്ച് സർക്കിളിലുള്ള കുറേ പേര് യൂസ് ചെയ്തിട്ട് അവർക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ്. ഒടുക്കത്തെ വൈറ്റ് കാസ്റ്റ് ആണ് കേട്ടോ ഇതിന്. നമ്മൾ എന്തോ ഒരു മാതിരി കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ നല്ലതാ അപ്ലൈ ചെയ്യാൻ. പക്ഷേ വൈറ്റ് കാസ്റ്റിൻ്റെ കൂടാരാണിത്. വൈറ്റ് കാസ്റ്റ് ആയാലും പ്രശ്നമില്ല, അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടായാൽ മതിയായിരുന്നു. പക്ഷെ അതുമില്ല. നമ്മൾ ഇത്രയൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യൂല എന്തായാലും. കണ്ടതിൻ്റെ മുഖത്തെ അവസ്ഥ വൈറ്റ് കാസ്റ്റിൻ്റെ. കണ്ട എൻ്റെ ഫേസ്, കണ്ട വൈറ്റ് കാസ്റ്റിൻ്റെ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സൺസ്ക്രീനാണ് കേട്ടത്. ഇങ്ങോട്ടൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, അത് ഇപ്പം തന്നെ തുടച്ചു കളയും. കേട്ടോ ഭയങ്കര ഓയിലിയായി ഫേസൊക്കെ. നമുക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരും വാങ്ങി പൈസ കളയരുത് കേട്ടോ. ഇതിനേക്കാളും റേറ്റ് കുറവില്ല നല്ല സൺസ്ക്രീനുകൾ നമുക്ക് വേറെ കിട്ടും. കണ്ടോ ഭയങ്കര ഓയിലിയായിപ്പോയി. എനിക്ക് കണ്ടിട്ട് എന്നെ തന്നെ പേടിയാണ്. വെള്ളാട്ടപ്പൊക്കറുടെ പോലെ ഉണ്ട്. കണ്ടോ ഞാൻ ഫേസ് വേഗം തുടച്ചു കളയാം. ആ സൺസ്ക്രീൻ യൂസ് ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് എപ്പോഴും ഫേസിൽ ആ ഓയിൽനെസ് പോവാണ്ട് നിൽക്കും. കുറേ നേരം ഭയങ്കര ഓയിലിയാവും. പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന പോലെ നല്ലോണം വേർത്ത് കുളിക്കും നമ്മൾ. അപ്പം നിങ്ങൾ ആരും വെറുതെ പൈസ കൊണ്ടുപോയി കളയരുത്. സൺസ്ക്രീനൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടൊക്കെ വാങ്ങുക. അപ്പം നിങ്ങൾ സൺസ്ക്രീനൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് മേടിക്കുക. നമ്മുടെ സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളായാലും നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചേച്ചാ.